അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം മുതൽ ഏറ്റവും വലിയ സോളാർ ഫാം വരെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. മെഗാ പ്രൊജക്ടുകളിലും ആധുനിക സാങ്കേതിക വിദ്യയിലും ഒരുപാടധികം നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. മുംബൈ എന്ന വാക്ക് കേൾക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ബോളിവുഡ് ആകും. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമാണ്. ധാരാളം ബിസിനസ് അവസരങ്ങളുണ്ട്. പക്ഷെ മുംബൈയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഗതാഗതക്കുരുക്ക് പോലെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു വലിയ പോരായ്മയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിന് പരിഹാരമായി മുംബൈയിൽ വലിയൊരു വികസനം നടന്നു. 6 പതിറ്റാണ്ട് പഴക്കമുള്ള മുംബൈയുടെ സ്വപ്നം ഈ സർക്കാർ പൂർത്തീകരിച്ചു. അടൽ സേതു. കടലിന് മുകളിലൂടെയുള്ള ഒരു വിശാലമായ പാത. ഇന്ത്യയിലെ ഈ ഏറ്റവും വലിയ കടൽപ്പാലത്തിലൂടെ വെറും 20 മിനിറ്റ് കൊണ്ട് തെക്കൻ മുംബൈയിൽ നിന്നും നവി മുംബൈയിലേക്ക് എത്താനാകും. 75,000-ഓളം തൊഴിലാളികളും എഞ്ചിനീയർമാരും അഹോരാത്രം അധ്വാനിച്ചതിന്റെ ഫലമായുണ്ടായ ഈ പാലത്തിന് 21.8 കിലോമീറ്റർ ദൂരത്തോളം നീളമുണ്ട്. 6 വരി പാതയുള്ള ഈ പാലം 18,000 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 16.5 കിലോമീറ്റർ ദൂരം കടലിന് മുകളിലൂടെയും ബാക്കി കരയിലൂടെയുമാണുള്ളത്. 70,000 വാഹനങ്ങൾക്ക് ഒരു ദിവസം ഈ പാലത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. മുംബൈയും പൂനെ എക്സ്പ്രസ് വേയും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ ഈ പാലം സഹായിക്കും. ടോൾ പിരിവിന് പകരം പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ സ്കാൻ ചെയ്ത് ഇലക്ട്രോണിക് കളക്ഷൻ സംവിധാനത്തിലൂടെ തുക പിരിക്കുകയാണ് ചെയ്യുന്നത്. 250 രൂപയാണ് ഈ പാലത്തിലൂടെ ഒരു ദിശയിലേക്ക് കടന്നു പോകാൻ ഈടാക്കുന്ന ചാർജ്. എന്നാൽ സ്ഥിരം യാത്രക്കാർക്ക് പാസ് ഉണ്ടായിരിക്കും. ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന 4 വീലറുകളുടെ വേഗത 100 കിലോമീറ്ററായി തിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടാതെ കയറ്റത്തിലും ഇറക്കത്തിലും വേഗത 40 മണിക്കൂറായി പരിമിതപ്പെടുത്തുകയും ചെയ്യും. അതേസമയം ബൈക്കുകൾക്കും ട്രാക്ടറുകൾക്കും ഓട്ടോറിക്ഷകൾക്കും ഈ പാലത്തിലൂടെ പോകാൻ അനുമതിയില്ല. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുമാണ് വേഗത പരിമിതപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മുംബൈ പോലീസിന്റെ വാദം. 1963 ആലോചിച്ച പദ്ധതി 2018 നിർമ്മാണം ആരംഭിച്ചത്. ഇങ്ങനെയൊരു കടൽപ്പാലം നിർമ്മിക്കുന്നത് സാധ്യമായ കാര്യമാണോ എന്നറിയുന്നതിനു വേണ്ടി മഹാരാഷ്ട്ര സർക്കാർ 1972 78 സർവേ നടത്തിയിരുന്നു. എന്നാൽ തിരക്കുപിടിച്ച മുംബൈക്ക് ഇങ്ങനെയൊരു പാത അനിവാര്യമാണെന്ന നിഗമനത്തിലെത്തുകയും നോർത്തേൺ റൂട്ട്, സൗത്തേൺ റൂട്ട് എന്നീ 2 കടൽപ്പാലങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ വലിയ പുരോഗമനമൊന്നുമില്ലാതെ നീണ്ടുപോയ പദ്ധതി മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ രൂപീകരണത്തോടെ ജീവൻ വയ്ക്കുകയും വർഷങ്ങളോളം ചർച്ചകളും സർവേകളും നടക്കുകയും ചെയ്തു. തുടർന്ന് ജപ്പാൻ സഹകരണത്തോടെ ആരംഭിച്ച ഈ പദ്ധതി മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ് നിർമ്മാണ കരാർ നൽകിയത്. നിർമ്മാണം ആരംഭിച്ച ശേഷം കോവിഡ് കാലത്ത് 8 മാസത്തോളം പണി നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും 4.5 വർഷത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. 1,77,903 മെട്രിക് ടൺ സ്റ്റീലും 5,04,253 മെട്രിക് ടൺ സിമന്റും ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ലോകത്തിലെ 12ാമത്തെ വലിയ പാലം എന്ന പ്രത്യേകതയും ഈ പാലത്തിനുണ്ട്. അടൽ സേതുവിന്റെ പ്രധാന സാങ്കേതിക പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 6.5 റിക്ടർ സ്കെയിലിൽ വരെ തീവ്രതയുള്ള വിവിധ തരത്തിലുള്ള ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ പാലത്തെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള റിവേഴ്സ് സർക്കുലേഷൻ റിഗ്സ് സാങ്കേതിക വിദ്യ സമീപത്തെ സമുദ്രജീവികളെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. കൂടാതെ പാലത്തിൽ ശബ്ദ സൈലൻസറുകളും ശബ്ദ ആഘാതം കുറയ്ക്കുന്നതിനുള്ള സൗണ്ട് ബാരിയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിലെ ലൈറ്റിംഗ് സംവിധാനം ജലപരിസ്ഥിതിക്ക് തടസ്സം സൃഷ്ടിക്കാത്ത തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബോംബെ നാഷണൽ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഈ പ്രത്യേക പ്രൊജക്ടിന് അഭിനന്ദന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. പാലത്തിന്റെ ഏറ്റവും കുറഞ്ഞ ആയുസ് 100 വർഷമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2024 ജനുവരി 12 ഈ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.